ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് 2024 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10th ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ആൻസർ വരുന്നത്. അതായത് 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. അതായത് കുളച്ച യുദ്ധത്തെ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. ഡച്ച് ഗവർണറായിരുന്ന വാൻഡ്രിഡിൻ്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തെ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? അമരാവതിയാണ്. APJ അബ്ദുൽ കലാമും ബന്ധപ്പെട്ട് താഴെ പറയുന്ന തെറ്റായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചാൽ തെറ്റായ പ്രസ്താവന ബി ആണ്. അതായത് 2ഉം 3ഉമാണ് തെറ്റ്. ഇദ്ദേഹം മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു. ഇദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആൻസർ VP മേനോനാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ റൂസോയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന് പറയുന്ന അഡ്വക്കേറ്റ് K. രാജൻ. അടുത്തത് പ്രസ്താവനയാണ്. ഇതിൽ ശരിയായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ പ്രസ്താവന 2 ആണ് ശരിയായിട്ടുള്ളത്. മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കൊറിയോളിസ് ബലം വർദ്ധിക്കും. മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കൊറിയോളിസ് ബലം വർദ്ധിക്കുന്നു എന്നതാണ് ശരിയായിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കേരളത്തിൽ കൂടുതൽ അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ എന്ന് പറയുന്നത് തീവ്ര ഉപജീവന കൃഷിയാണ് കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം. അടുത്ത ക്വസ്റ്റ്യൻ, തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമുദ്രത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണവുമായ ഉച്ചമർദ്ദ മേഖലയാണ് മസ്കരീൻ ഹൈ എന്ന് പറയുന്നത്. തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമുദ്രത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണവുമായ ഉച്ചമർദ്ദ മേഖല മസ്കരീൻ ഹൈയ. ഉപദ്വീപ് ഇന്ത്യൻ നദികളെ കിഴക്കോട്ടൊഴുകുന്നവയും പടിഞ്ഞാറോട്ടൊഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകമാണ് പശ്ചിമഘട്ടം. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയൻ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചാൽ ഇവയൊന്നുമല്ല എന്നതാണ് ശരിയായിട്ടുള്ളത്. അതായത് വലനം കാരണം രൂപീകരിക്കപ്പെട്ട മടക്കുപർവ്വതനിര, താരതമ്യേന പ്രായം കുറഞ്ഞ പർവ്വതനിര, സംയോജക സീമയിൽ രൂപം കൊണ്ടത് ഇത്രയും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിൻ്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ ആൻസർ എന്ന് പറയുന്നത് CS മീനാക്ഷി ആണ്. ആൻസർ CS മീനാക്ഷി. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ എന്ന് പറയുന്നത് എല്ലാം ശരിയാണ്. അതായത് ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഇന്ത്യ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1951. WTO നിലവിൽ വന്നത് 1995. ലോക ബാങ്കിൻ്റെ മറ്റൊരു പേര് എന്നു വെച്ചാൽ IBRD ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുവാൻ ഉണ്ടായ കാരണങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ എല്ലാം ശരിയാണ്. ഗൾഫ് യുദ്ധം, വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ കുറവ്, ഉയർന്ന ഫിസിക്കൽ കമ്മി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വർധനവ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റിസർവ് ബാങ്ക് ഇപ്പോഴത്തെ ഗവർണർ ആരാണ് എന്ന് വെച്ചാൽ ശക്തികാന്ത ദാസ്. 2021-22 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. ഭരണഘടനാ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചാൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ ശരിയായ പ്രസ്താവന 1ഉം 2ഉമാണ്. മൗലികാവകാശം അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. അതേപോലെ തന്നെ നിർദ്ദേശതത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നുമാണ് കടമെടുത്തത്. റിട്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ ആൻസർ എന്ന് പറയുന്നത് only 1 ആണ്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ
ശരിയായ പ്രസ്താവന ഓൾ ഓഫ് ദ എബോവ് ആണ്. കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിക്ക് ശുപാർശ നൽകാം. നിർദ്ദേശവും തത്വവും ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യന് ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആൻസർ എന്ന് പറയുന്നത് 1 and 2 ആണ്. അതായത് ഏക പൗരത്വ നിയമം, അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. ഇന്ത്യ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ബി ആണ്. ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങളല്ല. ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങളല്ല. കോടതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ കോടതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബോവ് ആണ്. ഭരണഘടനയുടെ സംരക്ഷക എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. കീഴ്ക്കോടതികൾ സിവിൽ, ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും പ്രസിഡന്റിന് ഉപദേശം നൽകാം. അപ്പോൾ ഭരണഘടനയുടെ സംരക്ഷക എന്നറിയപ്പെടുന്ന സുപ്രീം കോടതിയാണ്. കീഴ്ക്കോടതികൾ സിവിൽ, ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ എന്ന് പറയുന്ന 1 and 2 ആണ്. വിദേശകാര്യം, പോസ്റ്റ് ആൻഡ് ടെലഗ്രാം. കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളെന്ന് പറയുന്നത് വിദേശകാര്യവും പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫും ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്ന് ചോദിച്ചാൽ ഓൾ ഓഫ് ദ എബോവ് ആണ്. പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയമാണ്. വനം കൺകറന്റ് ലിസ്റ്റിലെ വിഷയങ്ങൾ. സൈബർ നിയമം അവശിഷ്ടാധികാരത്തിൽ വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത് 2, 3 ആണ് ശരിയായിട്ടുള്ളത്. അതായത് 74ാം ഭേദഗതിയിലൂടെ നഗരപാലികാ സമ്പ്രദായം കൊണ്ടുവന്നു. അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ ആൻസർ 1 and 2 ആണ് ഉള്ളത്. അതായത് ചെയർപേഴ്സൺ ശ്രീമതി സതീദേവിയാണ്. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാനാണ് കമ്മീഷൻ രൂപീകൃതമായത്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ ആൻസർ എന്ന് പറയുന്നത് 1 and 3 ആണ്. എ ഷാജഹാനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുക. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ആൻസർ 1, 2, 3 ആണ്. 11 മൗലിക കർത്തവ്യങ്ങളുണ്ട്. അനുച്ഛേദം 51(a)ലാണ് കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നത്. ഭരണഘടനയുടെ ഭാഗം 4 കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. കോവിഡിനെതിരായി mRNA വാക്സിൻ വികസിപ്പിച്ച 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം നേടിയത് ആര് എന്ന് വെച്ചാൽ കാറ്റലിൻ കാരിക്കോ ആണ്. ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിനാണ് പുനരധിവസിച്ചത് എന്ന് വെച്ചാൽ പൂനോ ദേശീയോദ്യാനമാണ്. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്ക് കേരള സർക്കാർ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏത് എന്ന് പറയുന്നത് ശലഭം എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്തത് കണ്ടെത്തുക. പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്തത് തൈമോക്സിൻ, തൈറോക്സിൻ ആണ്. കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹൃദയാഘാതം. താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ B3യുടെ അപര്യാപ്ത രോഗമാണ് പെല്ലഗ്ര എന്നാണ് ശരിയായിട്ടുള്ളത്. മന്ദരോഗം ഉണ്ടാക്കുന്ന രോഗാണു ഏത്? മന്ദരോഗം ഉണ്ടാക്കുന്ന രോഗമാണ് ഫൈലേറിയൻ വിര. എൻസൈമുകളില്ലാത്ത ദഹനരസമാണ് പിത്തരസം എന്ന് പറയുന്നത്. താഴെ തന്നെ ദൂരത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് 1ഉം 2ഉമാണ്. അതായത് മീറ്റർ പ്രകാശവർഷമാണ്. മഴവിലുണ്ടാകുന്നതിന് കാരണം എന്ന് വെച്ചാൽ പ്രകാശ പ്രകീർണനമാണ്. മണ്ണെണ്ണയുടെ സാന്ദ്രത 810 kg/h ആണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത് A ആണ്, 0.810. ആദ്യത്തെ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം എന്ന് വെച്ചാൽ PSLV CE-57 ആണ്.